ഹലോ എവരി വൺ. ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന നാലാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, ഫുൾ എംപ്ലോയ്മെന്റ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. Full employment refers to a situation where all people are willing and able to work at existing wage rate, get work without any undue difficulty. എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ? ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ആരൊക്കെ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണോ, ഏബിൾ ആണോ, അവർക്കെല്ലാം ബുദ്ധിമുട്ടുകളൊന്നും കൂടാണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ബുദ്ധിമുട്ടുകളൊന്നും കൂടാണ്ട് വർക്ക് കിട്ടുന്നു. അവിടെ എന്ന് പറയുമ്പോൾ എത്രത്തോളം ലേബർ ആണോ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അത്രത്തോളം ലേബർ സപ്ലൈ ചെയ്യപ്പെടുന്നു. ഡിമാൻഡ് ഫോർ ലേബർ ഇസ് ഈക്വൽ ടു സപ്ലൈ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ഹു ആർ വില്ലിങ്നെസ് എന്ന് വെച്ചാൽ സന്നദ്ധത. ഒരുപക്ഷെ ഫിസിക്കലിയും മെന്റലിയും ഏബിൾ ആണെങ്കിലും, എബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനുള്ള കഴിവാണ്. ജോലി എടുക്കാനുള്ള കഴിവുണ്ടെങ്കിലും സന്നദ്ധത കാണണമെന്നില്ല. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വില്ലിങ്ങുമാണ്, ഏബിളുമാണ്, ഫിസിക്കലിയും മെന്റലിയും പണിയെടുക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ മാർക്കറ്റിലെ എക്സിസ്റ്റിംഗ് വേജ് റേറ്റില് എത്രയാണോ വേതനം അവർ ഓഫർ ചെയ്യുന്നത് ആ വേതനത്തിൽ പണിയെടുക്കാൻ തയ്യാറുമാണ്. അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും കൂടാണ്ട് ജോലി കിട്ടുന്നു. ഇതാണ് ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഫുൾ എംപ്ലോയ്മെന്റ് ഡസ് നോട്ട് മീൻ സീറോ അൺഎംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ തൊഴിലില്ലായ്മ ഇല്ല എന്നല്ല. ഡസ് നോട്ട് മീൻ സീറോ അൺഎംപ്ലോയ്മെന്റ്. ഈ ഫുൾ എംപ്ലോയ്മെന്റിലും രണ്ട് തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ്സ് ഉണ്ട്. അതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് ഡസ് നോട്ട് മീൻ സീറോ അൺഎംപ്ലോയ്മെന്റ്. ടു കൈൻഡ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അണ്ടർ ഫുൾ എംപ്ലോയ്മെന്റ്. അത് ഏതൊക്കെയാണ് തരത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ്സ്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള തൊഴിലില്ലായ്മയാണ്. ഈ പടത്തിൽ കാണിച്ചേക്കുന്നത് പോലെ പഴയ ഒരു ജോലിയിൽ നിന്ന് പുതിയൊരു ജോലിയിലേക്ക് മാറുന്ന ആ ഒരു കാലയളവിൽ തൊഴിലില്ലാണ്ടിരിക്കുക, അങ്ങനെയുള്ള താൽക്കാലികമായ തൊഴിലില്ലായ്മയാണ് നമ്മൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിലെ സ്ട്രക്ചറൽ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്നതാണ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിൽ ഒരു മിസ്മാച്ച് ഉണ്ട് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും തമ്മിൽ. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ദർ ഇസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ ലേബർ ആൻഡ് സപ്ലൈ ഫോർ ലേബർ. ഉദാഹരണം പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ മെഡിക്കൽ പ്രൊഫഷണൽസിനാണ് ഡിമാൻഡ് എന്നിരിക്കട്ടെ. എന്ന് വെച്ചാൽ കുറെ ഹോസ്പിറ്റൽസ് വന്നു, അവിടേക്കെല്ലാം നമുക്ക് കുറെ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ കൂടുതലും, മാർക്കറ്റിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. സൊസൈറ്റിയിൽ കൂടുതൽ പേരും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കട്ടെ. മെഡിസിന് പോകുന്നവരും നഴ്സിംഗിന് പോകുന്നവരും കുറവാണ്. ഇവിടെ ഒരു മിസ്മാച്ച് ഉണ്ട്. കൂടുതലും ആർക്ക് ഡിമാൻഡ് ചെയ്യുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസിലാണ്, പക്ഷെ സപ്ലൈ ചെയ്യപ്പെടുന്നത് ആരെയാ? എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെയാണ്. അപ്പൊ ഇവിടെ അൺഎംപ്ലോയിഡ് ആയിട്ട് കുറെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്, പക്ഷെ അവർക്കുള്ള ജോലി ഇവിടെ ഇല്ല. ആവശ്യപ്പെടുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസിനെയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഇവിടെ തന്നിരിക്കുന്ന ഫോട്ടോയിൽ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തേക്കുന്ന അൺഎംപ്ലോയിഡ് മെക്കാനിസം, വേക്കൻസി ഫോർ IT എക്സ്പേർട്സ്. സെയിം മെക്കാനിക്സ് കുറെ പേര് തൊഴിലില്ലാണ്ടിരിപ്പുണ്ട്, പക്ഷെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ലേബർ എന്ന് പറയുന്നത് IT എക്സ്പേർട്സിന് പറ്റിയതാണ്. Frictional unemployment arises due to lack of information about availability of jobs and lack of perfect mobility on part of workers. ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് മൂലമാണ്. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്നത് ഈ ജോലി സാധ്യതകളെ പറ്റി അറിയാണ്ട് പോവുക, അതേപോലെ നമുക്ക് എല്ലായിടത്തേക്കും ഒരേപോലെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതാണ് ലാക്ക് ഓഫ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓൺ പാർട്ട് ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. വർക്കേഴ്സിന്റെ ലാക്ക് ഓഫ് മൊബിലിറ്റിയെയും പിന്നെ ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ ഓഫ് അബൌട്ട് അവൈലബിലിറ്റി ഓഫ് ജോബ്സുമാണ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ്. ഈ മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് ആണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റിന്റെ കാരണമാണ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് refers to the unemployment
where there is mismatch between employed person and demand for specific type of work arise due to structural changes in economy. Structural അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത് എക്കണോമിയിലെ സ്ട്രക്ചറൽ ചേഞ്ചസ് മൂലമാണ്. അതേസമയം ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത് എന്ത് മൂലമാ? മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് മൂലം. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നതിന്റെ കാരണം ആ പദത്തിൽ തന്നെയുണ്ട്, സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ എക്കണോമി മൂലം. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് മൂലം. When the economy only faces frictional and structural unemployment, it is said to be at natural unemployment. എന്താണ് നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ്? ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ലേബർ എത്രത്തോളം ആണോ അത്രയും പേർക്ക് ലേബർ സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. സപ്ലൈ ചെയ്യപ്പെടുന്ന ലേബർ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ലേബറും ഈക്വൽ ആണ്. പക്ഷെ അവിടെ രണ്ടു തരം അൺഎംപ്ലോയ്മെന്റ്സ് ഉണ്ട്. ഈ രണ്ടു തരം അൺഎംപ്ലോയ്മെന്റ്സ് മാത്രമാണ് എക്കണോമിയിൽ ഉള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് is explained in the context of only labor force, not total population. നമ്മളിവിടെ ഫുൾ എംപ്ലോയ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടോട്ടൽ പോപ്പുലേഷന്റെ കേസിലല്ല, ഒൺലി ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പോപ്പുലേഷനിലെ ഫിസിക്കലിയും മെന്റലിയും ജോലി ചെയ്യാൻ സന്നദ്ധതയും അതേപോലെ കഴിവുള്ളവരുടെ പോപ്പുലേഷനാണ് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ലേബർ ഫോഴ്സിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഫുൾ എംപ്ലോയ്മെന്റിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ലേബർ എത്രയാണോ അത്രയും തന്നെ സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ എക്കണോമിയിൽ എല്ലാവർക്കും ജോലിയുണ്ട്. എല്ലാവർക്കും ജോലിയുണ്ടെന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള എല്ലാവർക്കും. ആർക്കൊക്കെ ജോലി വേണം അവർക്കെല്ലാം ജോലിയുണ്ട്. ജോലി ചെയ്യാൻ മനസ്സും പിന്നെ എന്തുവാ എബിലിറ്റി കഴിവും ഉണ്ടായിട്ട് ആരും ജോലി ഇല്ലാണ്ടിരിപ്പില്ല. ഇതാണ് ഫുൾ എംപ്ലോയ്മെന്റ്. പക്ഷെ അവിടെ രണ്ടു തരം അൺഎംപ്ലോയ്മെന്റ്സും ഉണ്ട്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് മൂലമാണ്. മാർക്കറ്റ് ഇംപെർഫെക്ഷൻസിൽ വരുന്നതാണ് എന്തൊക്കെ? ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് അവൈലബിലിറ്റി ഓഫ് ജോബും ലാക്ക് ഓഫ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓൺ പാർട്ട് ഓഫ് വർക്കേഴ്സ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത് മാർക്കറ്റിലെ സ്ട്രക്ചറൽ ചേഞ്ചസ് മൂലം. നാച്ചുറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഈ അവസ്ഥയാണ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇൻവോളണ്ടറി ആൻഡ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്നത് പഠിക്കും. അത് അതിലും എളുപ്പമാണ്. പദം പറയുന്നത് പോലെ ഇൻവോളണ്ടറി, വോളണ്ടറി ഈ വാക്കുകൾ തന്നെ അതെന്താണെന്ന് പറയുന്നുണ്ട്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ മനസ്സില്ലാതെയാണ്, എന്ന് വെച്ചാൽ അണ്ടർ കമ്പൾഷൻ അഗെയിൻസ്റ്റ് ദെയർ വിൽ, എംപ്ലോയിഡ് ആയിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ജോലി കിട്ടാണ്ട് പോകും. അതാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. refers to unemployment where part of population willing and able to work at the existing wage rate do not get work. ഇവിടെ പോപ്പുലേഷനിൽ ജോലി എടുക്കാൻ തയ്യാറാണ്, ശാരീരികവും മാനസികമായിട്ടുള്ള കഴിവും ഉണ്ട് എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ പണിയെടുക്കാൻ, ബട്ട് സ്റ്റിൽ അവർക്ക് ജോലി കിട്ടുന്നില്ല. ഇവിടെ ഇവർ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നത് ഇവരുടെ ഇഷ്ടത്തിനെതിരായിട്ടാണ്. എന്ന് വെച്ചാൽ അവർക്ക് ജോലി വേണമെന്നുണ്ട്, പക്ഷെ ജോലി കിട്ടുന്നില്ല. ഈ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് മാത്രമാണ് നമ്മൾ എക്കണോമിയിലെ ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത്. പീപ്പിൾ ആർ അൺഎംപ്ലോയിഡ് അഗെയിൻസ്റ്റ് ദെയർ വിൽ ഓർ അണ്ടർ കമ്പൽഷൻ. Involuntary unemployment is only considered while calculating total unemployment in an economy. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. എന്താണ് ഇൻവോളണ്ടറി? അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് വോളണ്ടറി. നമ്മൾ ബയോളജിയിൽ വോളണ്ടറി ആക്ഷൻ, ഇൻവോളണ്ടറി ആക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റും വോളണ്ടറി അൺഎംപ്ലോയ്മെന്റും. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ജോലി എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ജോലി ഇല്ലാണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനല്ല. ജോലി എടുക്കാൻ താല്പര്യമുണ്ട്, കഴിവുമുണ്ട്, എന്നിട്ടും ജോലി കിട്ടുന്നില്ല. വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, the portion of population not willing to work at the existing rate even though they are physically and mentally fit. ഫിറ്റ് ആണ്, ജോലി എടുക്കാനുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ പണിയെടുക്കാൻ തയ്യാറല്ല, അവർക്ക് ജോലി കിട്ടുന്നില്ല. പക്ഷെ ഇവരെ ഈ പോപ്പുലേഷനെ നമ്മൾ എന്ന് വെച്ചാൽ വോളണ്ടറിലി അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന പോപ്പുലേഷനെ നമ്മൾ
എക്കണോമിയിലെ അൺഎംപ്ലോയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യാറില്ല. കാര്യം അവര് വില്ലിങ് ബിക്കോസ് ഓഫ് ദർ വിൽ ദേ ആർ വോളണ്ടറിലി unemployed. That means because of their will, they are unemployed. That is voluntary unemployment. നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നാണ് പഠിക്കാം. Aggregate demand is the total value of final goods and services that which all the sectors of an economy plan to buy with given income in an accounting year. അഗ്രിഗേറ്റ് ഡിമാൻഡും ഡിഫറെന്റ് ആണ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മൈക്രോ കോൺസെപ്റ്റാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മാക്രോ കോൺസെപ്റ്റാണ്. നമ്മളിവിടെ ഒരു അക്കൗണ്ടിങ് ഇയറിൽ തന്നിരിക്കുന്ന ഇൻകം വെച്ചിട്ട് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ടോട്ടൽ വാല്യൂവിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, യഥാർത്ഥ വാല്യൂ അല്ല ഇത്. പ്ലാനിങ് ടു ബൈ, വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മളിവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചത് ടോട്ടൽ വാല്യൂ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് which all the sectors of an economy plan to buy with given income in an accounting year. എന്ന് വെച്ചാൽ 2023-24 എന്ന വർഷത്തില് 2024-25 എന്ന അക്കൗണ്ടിങ് ഇയറില് നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻകം വെച്ചിട്ട് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഫൈനൽ ടോട്ടൽ വാല്യൂ ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. എന്ന് വെച്ചാൽ എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. നമ്മൾ ഈ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നതല്ലേ നമ്മുടെ ടോട്ടൽ ചെലവ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് aggregate demand is the aggregate expenditure that all sectors of an economy are willing to incur during a given period of time. Aggregate demand and aggregate expenditure means the same. Aggregate expenditure refers to the planned expenditure, not the actual expenditure. Aggregate expenditure എന്ന് പറയുന്നത് ശരിക്കുള്ളതല്ല. നമ്മൾ പ്ലാൻ ചെയ്യുക, എക്കണോമി പ്ലാൻ ചെയ്യുക, ഇനി വരുന്ന വർഷത്തേക്ക് അക്കൗണ്ടിങ് ഇയറിലേക്ക് ഇത്രയൊക്കെ ചെലവഴിക്കണമെന്ന് പ്ലാൻ ചെയ്യുക. Aggregate demand is the total expenditure of all households, governments, firms are planning to incur during a given period of time. Aggregate demand is different from market demand. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് ഡിമാൻഡും ഡിഫറെന്റ് ആണ്. മാർക്കറ്റ് ഡിമാൻഡ് ഇസ് ദി ടോട്ടൽ ഡിമാൻഡ് ഫോർ വൺ കോമഡിറ്റി ഇൻ ദി മാർക്കറ്റ്. ഒരൊറ്റ കോമഡിറ്റിക്ക് മാർക്കറ്റിലുള്ള ഡിമാൻഡിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ എന്താണ് ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ പ്രൈസുമാണ്. ഒരു കോമഡിറ്റിക്ക് മാർക്കറ്റിലുള്ള ഡിമാൻഡാണ് മാർക്കറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിലെ ടോട്ടൽ ഡിമാൻഡാണ്. ടോട്ടൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിന് ശരിക്കും 4 കമ്പോണൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് 2 കമ്പോണൻസേ നമ്മൾ പഠിക്കുന്നുള്ളൂ, കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും. നമുക്ക് എന്നാലും 4 കമ്പോണൻസിനെ ശരിക്കും പരിചയപ്പെടാം. പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്സ് മൈനസ് imports. Aggregate demand is equal to C plus I plus G plus X minus M. എന്താണ് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ? പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ്സ് ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടി ചെലവഴിക്കുന്ന തുക, കൺസംഷന് വേണ്ടി ചെലവഴിക്കുന്ന തുക ഹൗസ് ഹോൾഡ്സ്, അതാണ് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. Total expenditure incurred by households for goods and services in an accounting year. Directly influenced by disposable income. Higher the disposable income, higher the expenditure. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതും ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നതും ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. എന്താണ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ബിറ്റ്വീൻ ഡിസ്പോസിബിൾ ഇൻകം ആൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ? മീൻസ് ഡിസ്പോസിബിൾ ഇൻകം കൂടിയ എക്സ്പെൻഡിച്ചറും കൂടും. സ്വാഭാവികമല്ലേ, നമ്മുടെ കയ്യിൽ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കൺസംഷനും സേവിങ്ങിനുമായിട്ട് മാത്രം ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതും കൂടും. ഹയർ
directly influenced by disposable income. Higher the disposable income, higher the expenditure. എന്താണ് ഈ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്? കൺസംഷനും സേവിങ്ങിനുമായിട്ട് എല്ലാ സോഴ്സിൽ നിന്നും നമ്മുടെ കയ്യിലുള്ള ഇൻകം ആണ്. നമ്മുടെ ടാക്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കയ്യിലുള്ള ഇൻകം. ഡിസ്പോസിബിൾ ഇൻകം ഇസ് ദി ഹൗസ് ഹോൾഡ് ഇൻകം ഫ്രം ഓൾ സോഴ്സസ് ഫോർ കൺസംഷൻ ആൻഡ് സേവിങ്. ദി കൺസംഷൻ വി ആർ ഡിസ്കസിങ് ഇസ് എക്സ് ആൻഡ്. നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കാര്യത്തിലും പറഞ്ഞായിരുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ആക്ച്വൽ അല്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്നതാ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ്സ് വരുന്നൊരു വർഷം വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ എക്സ്പെൻഡിച്ചറാ, ചെലവാ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ അതിന് എക്സ് ആൻഡ് എന്ന് പറയുന്നത്. എക്സ് ആൻഡ് എന്ന് പറയുന്നത് പ്ലാൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. എക്സ്പോസ്ഡ് എന്ന് പറയുന്നത് ആക്ച്വൽ ഒരു റിയലൈസ്ഡ് വാല്യൂ ഓഫ് ദി വേരിയബിൾ, ശരിക്കുള്ള വാല്യൂ ആണ് എക്സ്പോസ്ഡ്. എക്സ് ആൻഡ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, എക്സ്പോസ്ഡ് ആക്ച്വൽ or realized value of a variable. Ex ante planned or intended value of a variable. രണ്ടാമത്തെ കോമ്പോണന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടി ചെലവഴിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടി ചെലവഴിക്കുന്ന എമൗണ്ടിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? നമ്മൾ ബാങ്കിൽ ഒരു 500 രൂപ ഇട്ടെന്ന് വെച്ചോ. 500, അതിന് നമുക്ക് പിന്നെ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ കടക്കും തോറും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് 500 പ്ലസ് ആ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള തുകയായിരിക്കും തിരിച്ചു കിട്ടുന്നത്. ഈ 500 രൂപേനെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പറയാം. കാര്യം നമുക്ക് തിരിച്ചതിൽ നിന്ന് നമ്മൾ എത്രയാണോ കൊടുത്തത് അതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യത്തിലും. ഞാനിപ്പോ ഒരു 50,000 രൂപ കൊടുത്ത് ഒരു മിഷൻ വാങ്ങിയിരിക്കുകയാണ്. ആ മിഷൻ ക്യാപിറ്റൽ ഗുഡ് ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ആ മിഷനിൽ നിന്ന് പിന്നീട് ഇൻകം ഉണ്ടാകും. ആ മിഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൽ നിന്ന് എനിക്ക് ഇൻകം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ചെലവുകൾ, ഈ ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടിയിട്ട് ഫേംസ് ചെലവഴിക്കുന്ന എമൗണ്ടിനെ ചെലവാക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ refers to total expenditure incurred by all private firms on capital goods. We consider investment as autonomous. That means it is independent on level of income. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോണോമസ് ആണ്. പക്ഷെ ഒരു റിയൽ വേൾഡ് കേസ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എത്രത്തോളം ഒരു ക്യാപിറ്റൽ ഗുഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പ്രൊഡ്യൂസറിന്റെ ഇൻകത്തെയും ക്യാപിറ്റൽ ഗുഡിൽ നിന്ന് കിട്ടാവുന്ന പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്ന നേരെ ഓപ്പോസിറ്റാണ്. എന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലെവൽ ഓഫ് ഇൻകത്തെയോ പ്രോഫിറ്റിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തല്ല. അതാണ് ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ്സിനെ വേണമെങ്കിൽ ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാം. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഇൻകത്തെ ഡിപ്പെൻഡഡ് ആയിട്ടല്ല, ഇൻഡിപെൻഡന്റ് ഓൺ ലെവൽ ഓഫ് ഇൻകം ആണ്. അത്തരം ഇൻവെസ്റ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഓട്ടോണോമസ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ലെവൽ ഓഫ് ഇൻകം. പിന്നെ ഡിപ്പെൻഡന്റ് ഓൺ ഇൻകം ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ഇൻകവും തമ്മിൽ ബന്ധമുള്ളപ്പോൾ അതിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് എന്ന് വിളിക്കും. ഒരു ബന്ധവും ഇല്ലാത്തപ്പോൾ നമ്മൾ അതിനെ ഓട്ടോണോമസ് എന്ന് വിളിക്കും. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതിൽ നമുക്കിവിടെ ആവശ്യമുള്ളത്, നമ്മളിവിടെ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കിനി മൂന്നാമത്തെ കമ്പോണന്റിലേക്ക് നീങ്ങാം. മൂന്നാമത്തെ കമ്പോണന്റ് ആണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഹൗസ് ഹോൾഡ്സിന് ചെലവുള്ളത് പോലെ നമ്മുടെ സർക്കാരിനുണ്ട് ചെലവുകൾ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ഗവൺമെന്റ് ഓൺ കോമൺ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഗവൺമെന്റ് ഇൻകേർസ് ബോത്ത് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിനും കൺസംഷനും ഇൻവെസ്റ്റ്മെന്റിനുമായിട്ട് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും. ഈ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് ഗവൺമെന്റ് പോളിസീസിലൂടെയാണ്. ഈ ഗവൺമെന്റ് പോളിസീസിന്റെ ഒക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്
സോഷ്യൽ വെൽഫെയർ. അപ്പൊ സോഷ്യൽ വെൽഫെയറിനെ ലക്ഷ്യമാക്കിയുള്ള ഗവൺമെന്റ് പോളിസീസ് ആണ് നമ്മുടെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെ നിർണ്ണയിക്കുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനകത്ത് തന്നെയും കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും ഉണ്ട്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇസ് ടു മീറ്റ് പബ്ലിക് നീഡ്സ് ലൈക്ക് ലോ ആൻഡ് ഓർഡർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, transportation, defense, etc. Investment expenditure includes construction of highways, roads, and plants. Level of government expenditure, which is denoted by the letter G, is determined by government policies, which is guided by social welfare. ഇത് നമ്മുടെ ലാസ്റ്റ് കമ്പോണന്റ് ആണ് നെറ്റ് എക്സ്പോർട്സ്. റെസ്റ്റ് ഓഫ് ദ വേൾഡിന് ഉള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് നെറ്റ് എക്സ്പോർട്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എന്താണ് നെറ്റ് എക്സ്പോർട്സ്? നെറ്റ് എക്സ്പോർട്സ് എന്ന് വെച്ചാൽ എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്സ്. എന്താണ് എക്സ്പോർട്സ്? നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യ എക്സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്നുള്ള ഡിമാൻഡിനെയാണ് നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പോർട്സ് എന്ന് പറയുന്നത്. പുറത്തുള്ള രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനോടുള്ള ഡിമാൻഡ്, ദാറ്റ് ഇസ് എക്സ്പോർട്സ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇമ്പോർട്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്സ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ടേമിൽ പറയുവാണെങ്കിൽ പുറത്തുള്ള സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഉൽപ്പാദിക്കപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നതിനെയും നമ്മളതിനെ പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ ഡിമാൻഡ് ഓഫ് റെസിഡൻസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ആ രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഔട്ട്പുട്സിനോടുള്ള ഡിമാൻഡ്, ദാറ്റ് ഇസ് ഇമ്പോർട്സ്. അപ്പൊ എക്സ്പോർട്സ് എന്താണെന്നും ഇമ്പോർട്ട് എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് പുറത്തേക്ക് അയക്കുന്ന സാധനങ്ങൾ. എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്സ്, അതിനെയാണ് നമ്മൾ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പോർട്സിനെ എക്സ് എന്ന ലെറ്റർ വെച്ചിട്ടും ഇമ്പോർട്സിനെ എം എന്ന ലെറ്റർ വെച്ചിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. Exports indicate demand for goods produced within domestic territory of a country by the rest of the world. Imports refers to the demands of the residents of a country for the goods that have been produced abroad. Difference between exports and imports is net exports. Magnitude of this net exports depends on relative price, exchange rate, exchange duties, and trade policies. നെറ്റ് എക്സ്പോർട്സിന്റെ മാഗ്നിറ്റ്യൂഡ്, തീവ്രത എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൈസിനെയും എക്സ്ചേഞ്ച് റേറ്റിനെയും എക്സ്ചേഞ്ച് ഡ്യൂട്ടീസിനെയും ട്രേഡ് പോളിസീസിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ വരുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറൻസി വെൻ കമ്പയർഡ് ടു അമേരിക്കൻ ഡോളർ ഇസ് വെരി മച്ച് ചീപ്പ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻസിന് നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ചീപ്പായിരിക്കും. അങ്ങനെ എക്സ്ചേഞ്ച് റേറ്റിനെയും റിലേറ്റീവ് പ്രൈസസിനെയൊക്കെ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡഡ് ആണ്. അതേപോലെ ട്രേഡ് പോളിസീസ്, ടാരിഫ് പ്രൊട്ടക്ഷൻ, അതേപോലെ ബാക്കി ട്രേഡ് ബാരിയേഴ്സിനെയും റിസ്ട്രിക്ഷൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത്. കാര്യം ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഉള്ളപ്പോൾ ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇൻഡിജീനിയസ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സർക്കാർ ട്രേഡ് ബാരിയേഴ്സ് വയ്ക്കും. ലൈക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റ് ഔട്ട്പുട്ട്സ്, അവരുടെ പ്രൊഡക്ട്സ് ഒന്നും നമ്മുടെ രാജ്യത്തേക്ക് കടത്തിവിടാൻ അത്ര സ്മൂത്ത് അല്ലാത്ത രീതിയിൽ കുറച്ച് നിയമങ്ങൾ വരും. ഇത്തരം നിയമങ്ങൾ മൂലം ഇമ്പോർട്ട്സ് ഡിഫിക്കൽട്ട് ആവും. ഇത്തരത്തില് എക്സ്പോർട്ട്സും ഇമ്പോർട്ട്സും ഡിഫിക്കൽട്ട് ആക്കുന്ന ലോസിനെയൊക്കെയാണ് ട്രേഡ് പോളിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ ഈവൻ ദോ C+, I+, G+ എന്നാണെങ്കിലും നമ്മളിവിടെ 2 സെക്ടർ മോഡലാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ റെസ്റ്റ് ഓഫ് ദ വേൾഡിനെ തൽക്കാലത്തേക്ക് കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ഈ ഗ്രാഫിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എക്സ് ആക്സിൽ നമ്മൾ ഇൻകവും
വൈ ആക്സിസിൽ എക്സ്പെൻഡിച്ചറുമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓട്ടോണോമസ് ആണ്, നമ്മൾ പഠിച്ചല്ലോ. ഓട്ടോണോമസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻകവുമായിട്ട് ഡിപ്പെൻഡഡ് അല്ല. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പാരലൽ ഡോട്ടഡ് ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തിന് പാരലൽ ആയിട്ടുള്ള ലൈനായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, എസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ്. കാര്യം ഇവിടെ ഓട്ടോണോമസ് കൺസംഷൻ ഉണ്ട്. എന്താണ് ഓട്ടോണോമസ് കൺസംഷൻ? എന്തായിരുന്നു ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ്? വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻകം. അതേപോലെ തന്നെ ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻകം. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ വരുമാനമൊന്നും ഇല്ലാത്തവര് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻകം സീറോ ആയിരിക്കുമ്പോഴും ഒരു ബേസിക് ലെവൽ ഓഫ് കൺസംഷൻ ഉണ്ട് അവിടെ. അതാണ് ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓട്ടോണോമസ് കൺസംഷൻ നമ്മൾ സി ബാർ എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഓട്ടോണോമസ് കൺസംഷൻ കാരണമാണ് നമ്മുടെ സി എന്ന് പറയുന്നത് എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈവൻ ദോ ഇൻകം ഇസ് സീറോ, കൺസംഷൻ വിൽ നോട്ട് ബി സീറോ. നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി എന്ന പോയിന്റിൽ നിന്നാണ്. ഈ സിയും കൺസംഷനും അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കൺസംഷനിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിന്റെ ആ അളവ് ആഡ് ചെയ്യുന്നതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ബിക്കോസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ദി സമ്മേഷൻ ഓഫ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. The determination of income and employment is studied in the context of two-sector model, household and firm. Even though aggregate demand has four components, we assume aggregate demand is function of only consumption and investment expenditure. Aggregate demand എന്ന് പറയുന്നത് 4 components ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഇവിടെ. Aggregate demand depends on the level of income in the society. സൊസൈറ്റിയിലെ ഇൻകത്തിന്റെ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് ഡിമാൻഡും ഇൻകവും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഇറ്റ്സ് എ പോസിറ്റീവ് സ്ലോപ്പ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഹാസ് എ പോസിറ്റീവ് സ്ലോപ്പ് ബിക്കോസ് ആസ് ഇൻകം ഇൻക്രീസസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓൾസോ ഇൻക്രീസസ്. നമുക്ക് ഗ്രാഫിൽ നിന്നും കുറച്ച് പോയിന്റ്സ് ഇൻഫർ ചെയ്യാവുന്നതാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് only. Positive consumption even when income is zero. It happens because people need certain level of goods and service to sustain even if income is zero. നമ്മൾ കണ്ടല്ലോ കൺസംഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറിജിനൽ നിന്നല്ല, എസ് എന്നൊരു പോയിന്റിൽ നിന്നായിരുന്നു. കാര്യം even income is zero, people need a certain amount of consumption to survive. This is termed as autonomous consumption. ഇത്തരം ഓട്ടോണോമസ് കൺസംഷൻ എന്ന് പറയുന്നത് മുമ്പുള്ള നമ്മുടെ സേവിങ്സ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ അസറ്റ്സ് വിറ്റിട്ടോ കടം വാങ്ങിയിട്ടോ ഒക്കെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. Such consumption is met through past savings, selling of assets or borrowing. Consumption has positive slope. കൺസംഷനും പോസിറ്റീവ് സ്ലോപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രിഗേറ്റ് ഡിമാൻഡും പോസിറ്റീവ് സ്ലോപ്പാണ്. കൺസംഷനും അഗ്രിഗേറ്റ് ഡിമാൻഡും കൂടെ പോസിറ്റീവ് സ്ലോപ്പാണ് ബിക്കോസ് ബോത്ത് ഓഫ് ദം. കൺസംഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും ഇൻകത്തിനൊപ്പം തന്നെ. ഈ ബോത്ത് ഓഫ് ദം എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് തന്നെ കൺസംഷൻ ഇൻക്ലൂഡഡ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ. അതുകൊണ്ടാണ് രണ്ടിന്റെയും സ്ലോപ്പും ഈക്വൽ ആയിരിക്കുന്നത്. രണ്ടും പാരലൽ ടു ഈച്ച് അതർ. ഇവിടെ കൺസംഷന്റെ കൂടെ ഇൻകം എന്ന് പറയുന്ന കമ്പോണന്റും കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന ആ കർവ്. ആസ് ഇൻകം ഇൻക്രീസസ് consumption increases. However, proportionate increase in consumption is less than that of increase in income because after a certain point people start saving. ഈ പോയിന്റ് ഓർത്ത് വെച്ചോണം. കൺസംഷൻ കൂടുന്ന അളവെന്ന് പറയുന്നത് ഇൻകം കൂടുന്ന അതേ അളവിലല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ 500 രൂപയിൽ നിന്ന് 500 രൂപയായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻകം. 2020 എൻ്റെ ഇൻകം 500 രൂപയായിരുന്നു. ഞാനപ്പോ 300 രൂപ ചെലവഴിക്കുമായിരുന്നു. 2021 ആയപ്പോ എൻ്റെ ഇൻകം 1000 ആയിട്ട് കൂടി. ദാറ്റ് മീൻസ് 5 into 2 ഡബിൾ ആയി.
പക്ഷെ എന്റെ കൺസംഷൻ 300 നിന്ന് 500 ആയതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നേരത്തെ 300 ആയിരുന്നു, അതിന്റെ ഡബിൾ ആയിട്ടില്ല. വെൻ കമ്പയർ ടു ദ ഇൻക്രിമെന്റ് ഇൻ ദി ഇൻകം, ഇൻകം ഡബിൾ ആയതുപോലെ എന്റെ കൺസംഷൻ ഡബിൾ ആയില്ല. കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകം കൂടി അത്രയും കൂടിയിട്ടില്ല. ഇൻകം കൂടിയതിനേക്കാളും കുറച്ചേ കൂടിയിട്ടുള്ളൂ. കാര്യം ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ കൺസംഷൻ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻകം കൂടുന്നതനുസരിച്ച് കൺസംഷനും കൂടുന്നുണ്ട്, പക്ഷെ ഇൻകം കൂടുന്ന അതേ അളവിലല്ല, അതിലും കുറച്ച് കുറവായിട്ടായിരിക്കും കൺസംഷൻ കൂടുന്നത്. ബിക്കോസ് ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ്, കാരണം ഒരു പോയിന്റിന് ശേഷം, ഒരു പോയിന്റ് ഓഫ് കൺസംഷന് ശേഷം ആൾക്കാർ സേവ് ചെയ്യാൻ തുടങ്ങും. പീപ്പിൾ സ്റ്റാർട്ട് സേവിങ്. Autonomous investment is a straight line parallel to the x-axis, as it is assumed to be independent of level of income. Aggregate demand curve starts at T at 0 level of national income. ഈ പോയിന്റ് നമ്മൾ ആക്ച്വലി ഈ ഗ്രാഫിനോട് ചേർത്ത് വെച്ച് വേണം വായിക്കാൻ. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടി എന്ന പോയിന്റിൽ നിന്നാണ്. Aggregate demand curve has positive slope, indicating aggregate demand increases as income rises. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് 4 കമ്പോണൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? പ്രൈവറ്റ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്സ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 2 സെക്ടർ മോഡലാണ്. ഹൗസ് ഹോൾഡ്സിന്റെ കൺസംഷനും പ്രൊഡ്യൂസേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും. കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കേസിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓട്ടോണോമസ് ആണ്. അതേപോലെ കൺസംഷൻ എന്ന് പറയുന്നത് കൺസംഷൻ ലൈക്ക് ഓക്കെ ഓട്ടോണോമസ് കൺസംഷൻ ഉണ്ട്. ഈവൻ ദോ ഇൻകം ഇസ് സീറോ, അവിടെ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നു ഒരു സർവൈവൽ ലെവലിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ഓട്ടോണോമസ് കൺസംഷൻ. ഇനി നമുക്ക് അഗ്രിഗേറ്റ് സപ്ലൈയിലേക്ക് കിടക്കാം. Aggregate supply refers to the money value of final goods and service that all producers are willing to supply in an economy in a given time period. Producers സപ്ലൈ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ, അതാണ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മണി വാല്യൂ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്, നോട്ട് ദി മാർക്കറ്റ് വാല്യൂ. മണി വാല്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൽ നിന്ന് കിട്ടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ എന്ന് പറയുന്നത് ഈ ഗുഡ്സിനും സർവീസിന്റെ ഇടയാക്കിയ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. പ്രൊഡക്ഷനിൽ ഭാഗമായ ഫാക്ടേഴ്സിലേക്ക് ആ മണി വാല്യൂ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അഗ്രിഗേറ്റ് സപ്ലൈ ഇൻ ഫിസിക്കൽ ടേംസ് are total output and services in an economy. The value of these output and service are distributed across factors of production, including wage, rents, interest and profits. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാനൊരു ഫ്ലാസ്ക് വാങ്ങി. ഈ ഫ്ലാസ്കിന്റെ പൈസ എന്ന് പറയുന്നത് 500 രൂപയാന്നിരിക്കട്ടെ. ഈ 500 ഒരു ഈ 500 എന്ന് പറയുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേജസ് എന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ അധ്വാനിച്ച ലേബേഴ്സിന്റെ വേജിലും, റെന്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിലെ റെന്റും ഇൻട്രസ്റ്റും പ്രോഫിറ്റിനും എല്ലാം ആ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഫ്ലാസ്കിന്റെ കാര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ടേക്ക് ആൻ ഔട്ട്പുട്ട് വിച്ച് ഇസ് ദി വാല്യൂ ഓഫ് 500, ഓക്കെ, 500,000 സംതിങ്. ആ ഫൈനൽ ഔട്ട്പുട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് സോൾലി മൊത്തത്തിൽ അതിലേക്ക് മാത്രമുള്ളതല്ല. അതെന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം പോകുന്നതല്ല. അതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ഇറ്റ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൊഡക്ഷനിലെ ഭാഗമായ എല്ലാ ഫാക്ടേഴ്സിലേക്കും ഡിസ്ട്രിബ്യൂട്ടഡ് അതിന്റെ മണി വാല്യൂ എന്ന് പറയുന്നത്. ഈ സം ഓഫ് ദി ടോട്ടൽ ഫാക്ടർ ഇൻകംസ് അറ്റ് ഡൊമസ്റ്റിക് ആൻഡ് നാഷണൽ ലെവൽ ഇസ് നാഷണൽ ഇൻകം. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ സം ടോട്ടൽ വാല്യൂ ആണല്ലോ നാഷണൽ ഇൻകം. അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രിഗേറ്റ് സപ്ലൈയും നാഷണൽ ഇൻകവും സെയിം ആണെന്ന് പറയാം. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂ, അതേപോലെ തന്നെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഈ ഔട്ട്പുട്ട്സിന്റെ എല്ലാം സം ഓഫ് ദി വാല്യൂസ് ഓഫ് ദീസ് ഔട്ട്പുട്ട്, ദാറ്റ് ഇസ് നാഷണൽ ഇൻകം. സോ നമുക്ക് അഗ്രിഗേറ്റ് സപ്ലൈ ഇസ് ഈക്വൽ ടു നാഷണൽ ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം.
വേണമെങ്കിൽ നല്ല അഗ്രിഗേറ്റ് സപ്ലൈ ഇസ് ഈക്വൽ ടു നാഷണൽ ഇൻകം. നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിന് ഈക്വൽ ആണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. ദാറ്റ് മീൻസ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിന്റെ മണി വാല്യൂ. ഈ ടോട്ടൽ ഔട്ട്പുട്ടിന്റെ മണി വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ ഇല്ലേ, ഇതിന്റെ സം എന്ന് പറയുന്നതല്ലേ നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സോ അഗ്രിഗേറ്റ് സപ്ലൈയും നാഷണൽ ഇൻകവും സെയിം ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് അഗ്രിഗേറ്റ് സപ്ലൈയുടെ ഗ്രാഫ് ഒന്ന് പരിചയപ്പെടാം. അഗ്രിഗേറ്റ് സപ്ലൈയുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്ന് തന്നെയാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറച്ച് എബവ് ദി പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്നായിരുന്നു അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എക്സ് ആക്സിസിൽ ഇൻകവും വൈ ആക്സിസിൽ കൺസംഷൻ ആൻഡ് സേവിംഗുമാണ് എടുത്തിരിക്കുന്നത്. വൈ ദാറ്റ് മീൻസ് നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നാഷണൽ ഇൻകം ഇസ് സ്പെൻഡ് ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ദ റെസ്റ്റ് ഓൺ സേവിംഗ്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, പിന്നെ ബാക്കി എന്ന് പറയുന്നത് സേവിങ്സിന് വേണ്ടിയിട്ടാണ്. ഈ സേവിങ്സ് ഇവൻച്വലി വിൽ ടേൺ ടു ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സ് ആണ് പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. The straight line establishes the relation of aggregate supply is equal to consumption plus investment. At every point on the line, y is equal to c plus I. Y എന്ന അഗ്രിഗേറ്റ് സപ്ലൈയുടെ ലൈനിലെ ഓരോ പോയിന്റും കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓൾ ദ പോയിന്റ്സ് ഓൺ ദ ലൈൻ കൺസംഷൻ ഈക്വൽസ് ഇൻകം. ഓരോ പോയിന്റിലും കൺസ്യൂം ചെയ്യുന്ന എത്രയാണോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻകം എന്നതാണ് ഈ അഗ്രിഗേറ്റ് സപ്ലൈയുടെ ഓരോ പോയിന്റും ഷോ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ദ Keynesian analysis. Since consumption and income are measured in same units, it has a slope of 1 and bisects the 90 line formed by two axes. നമ്മളിവിടെ ഇൻകവും കൺസംഷൻ സേവിങ്ങും ഒരേ യൂണിറ്റിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ അഗ്രിഗേറ്റ് സപ്ലൈയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഈ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ആക്സസിനെ, ഇൻകത്തിന്റെയും കൺസംഷൻ ആൻഡ് സേവിങ്ങിന്റെ ആക്സസിനെയും ബൈസെക്ട് ചെയ്യുന്നുണ്ട് 90 ഡിഗ്രിയിൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് അറ്റ് എ 45 ഡിഗ്രി ആംഗിൾ. എല്ലാവർക്കും അഗ്രിഗേറ്റ് സപ്ലൈ എന്താന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് കവർ ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ്, ഇൻവോളണ്ടറി, വോളണ്ടറി, അൺഎംപ്ലോയ്മെന്റ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ എന്നീ 5 ടോപ്പിക്സ് ആണ് ഇവിടെ കവർ ചെയ്തത്. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. Excess demand is a situation in which aggregate demand greater than aggregate supply at full employment level, aggregate demand less than aggregate supply at full employment level, aggregate demand greater than aggregate supply at underemployment level, aggregate demand less than aggregate supply at underemployment level. എന്താണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്? ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക? demand for labor will be equal to supply of labor. So when aggregate demand is greater than the aggregate supply at full employment level, that is referred to as excess demand. So the right answer is the option A. Which of the following statement is true? Under unemployment refers to the situation when people who are able and willing to work at the prevailing wage rate do not get employment. Underemployment എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് മുമ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇവിടെ ഇവർ അണ്ടർ എംപ്ലോയ്മെന്റ് ആയിട്ട് പറയുന്നത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റിനെയാണ്, അതല്ല അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓപ്ഷൻ എ അല്ല കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് ഇൻഫർ ചെയ്യാനൊന്ന്. Let's go to option B. Underemployment refers to the situation when people who are not able but are willing to work at the prevailing wage rate do not get employment. അതുമല്ല. C. Full employment with equilibrium refers to the situation when people who are not able but are willing to work at prevailing wage rate do not get employment. Option D. Full employment equilibrium refers to the situation when people who are able
and willing to work at prevailing wage rate get employment. ഏതാണ് ശരി ഉത്തരം? Full employment equilibrium refers to the situation when people who are able and willing to work at prevailing wage rate get employment. Option D is the correct option. Moving on to the next question. Which of the following statement is correct? Aggregate demand refers to total demand for goods and services in the economy as a whole. Aggregate demand constitutes of consumption expenditure, investment expenditure, and government expenditure only. Option B തെറ്റാണെന്ന് മനസ്സിലായല്ലോ because they are missing net exports. Option C, the expenditure of household private investors in an economy for an accounting year is termed as public consumption expenditure. Expenditure of households and private investors നമ്മൾ എന്തെന്നാ വിളിക്കുക? Private expenditure എന്നല്ലേ? So option C is also a false option. Option D, the demand of only goods by the households in an economy is termed as private investment expenditure. നമ്മുടെ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. Aggregate demand refers to total demand for the goods and service in the economy as a whole. Question number 4. Investments which firms are planning to invest in the economy is known as ex-ante investment. Option B, ex-post saving. Option C, ex-ante saving. Option D, ex-post investment. ഏതാണ് correct answer? Plan ചെയ്യുക. So it is ex-ante. So option A, ex-ante investment is the correct option. Fifth question. Saving and investment affects the സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് പോളിസീസിനെയാണോ അഫക്ട് ചെയ്യുന്നത്? അല്ല. ഗവൺമെന്റ് ബഡ്ജറ്റിനെയും അല്ല. നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈനെയാണ് അഫക്ട് ചെയ്യുന്നത്. വിച്ച് ഇസ് ദ സിമ്പിൾ ഓഫ് ഓട്ടോണോമസ് കൺസംഷൻ? ഇതിൽ ഏതാണ് ഓട്ടോണോമസ് കൺസംഷന്റെ സിമ്പിള്? ക്യാപിറ്റൽ സി എന്താ? പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. MBC എന്താ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ദിസ് ഇസ് ചേഞ്ച് ഇൻ കൺസംഷൻ. സോ ഇതാണ് നമ്മുടെ ഓട്ടോണോമസ് കൺസംഷന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കിനി ഓട്ടോണോമസ് കൺസംഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കൽ അവസാനം ചെയ്യാവേ. Full employment, option A, is consistent with natural rate of unemployment. Option B, occurs when demand for labor force is equal to supply of labor force. Option C, aggregate supply is equal to aggregate demand with zero level of unemployment. Option D, both A and B. ഏതാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? ഇത് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. കാര്യം എന്താണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്? ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയതുകൊണ്ട്. ബിക്കോസ് അഗ്രിഗേറ്റ് സപ്ലൈ ഇസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് ഡിമാൻഡ്, അത് കറക്റ്റ് ആണ്, ബട്ട് വിത്ത് സീറോ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു അവിടെയും രണ്ട് തരം അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ദാറ്റ്സ് വൈ ദി ഓപ്ഷൻ സി ഇസ് ആൻ ഇൻകറക്റ്റ് ഓപ്ഷൻ. Question number 8. The government encourages exports to correct excess capacity in the economy. This may lead to government exports encourage exports to correct excess capacity. അത് എന്തിനു വേണ്ടിയിട്ടാ? എപ്പോഴാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? എക്സ്പോർട്ട് ചെയ്യുന്നത് മിക്കവാറും നമ്മുടെ റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നമ്മുടെ ഗുഡ്സിനോട് ഡിമാൻഡിനെയാണ് നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഈ എക്സ്പോർട്ട്സ് എൻകറേജ് ചെയ്യുന്നത് മാർക്കറ്റിലെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകാൻ വേണ്ടിയിട്ടാണ്, ദാറ്റ് ഇക്വലിബ്രിയത്തിന് വേണ്ടിയിട്ടാണ്. So the correct answer is option C, rise in aggregate demand to match aggregate supply. The government encourages exports. Government encourage exports to correct excess capacity. Excess capacity എന്ന് വെച്ചാൽ എന്താ? അവിടെ എക്സ്പോർട്സിനെ എൻകറേജ് ചെയ്യണമെങ്കിൽ എക്സസ് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അഗ്രിഗേറ്റ് സപ്ലൈയും അഗ്രിഗേറ്റ് ഡിമാൻഡും മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എക്സ്പോർട്സിനെ ഇവിടെ encourage ചെയ്യുന്നത്. A country's consumption function described as C is equal to 500 plus 0.7y. The autonomous consumption is very easy. Autonomous consumption is not dependent on y. So it is 500. Autonomous consumption is 500.
In an open economy, aggregate demand is estimated as ഇതിലേതാണ് കറക്റ്റ് ഉത്തരം? പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്സ്. ഇതാണോ? ഓപ്ഷൻ 2 private consumption expenditure plus private investment expenditure plus government expenditure plus imports. Option 3 private consumption expenditure plus government expenditure plus net exports. Option 4 private consumption expenditure plus private investment expenditure plus government expenditure പ്ലസ് നെറ്റ് എക്സ്പോർട്സ്. നമുക്കറിയാം 4 കമ്പോണൻസ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉള്ളത്. ശ്രദ്ധിക്കണം, ആദ്യത്തെ ഒരു ഓപ്ഷനിൽ എക്സ്പോർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത്തതിൽ ഇമ്പോർട്ട്സും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്സ് ആണ്. ഈ നെറ്റ് എന്നൊരു വാക്ക് വിട്ടുപോയാൽ തീർന്നു. ഓപ്ഷൻസ് നമ്മൾ കെയർഫുൾ ആയതുകൊണ്ട് ശ്രദ്ധിക്കണം. നെറ്റ് എക്സ്പോർട്സ് ആണ് ഫോർത്ത് കമ്പോണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. 11th question. Level of planned output coincide with planned expenditure when aggregate supply is equal to aggregate demand. Aggregate supply aggregate demand equal സെയിം ആവുമ്പോഴാണ് പ്ലാൻ ചെയ്യുന്ന ഔട്ട്പുട്ടും പ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും കോയിൻസൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഇനിയും വരുന്ന പോർഷനിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യന്റെ ശരിക്കുള്ള എലാബറേറ്റഡ് ആൻസർ. ഓക്കെ, which of the following statement is correct? Autonomous investment refers to investment that is dependent on the level of income in the economy. Option 2, autonomous investment refers to investment that is dependent on the level of consumption in the economy. Investment കൺസംഷനുമായിട്ടാണോ ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്? Option 3, autonomous investment refers to investment that is independent on the level of income in the economy. Option 4, autonomous investment refers to the investment that is independent on the level of consumption in the economy. Option 3 is the correct answer because autonomous consumption refers to investment that is independent of level of income in the economy. That is our final question. This is a very numeric, but very easy. If consumption is equal to x plus 0.6y and investment is rupees 1,500. I എന്ന് പറയുന്നത് എന്താണ്? 1,500. Level of income in the economy would be income is y. Y is equal to 4,050. അപ്പോൾ ഓട്ടോണമസ് കൺസംഷൻ എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ എന്താണ് ഓട്ടോണമസ് കൺസംഷൻ? ഓട്ടോണമസ് കൺസംഷൻ കാണാൻ നമുക്ക് ആദ്യം സി കാണാം. സി എന്ന് പറയുന്നത് എന്താണ്? y പ്ലസ് ഐ അല്ലേ? y പ്ലസ് ഐ എന്താണ് ഇവിടെ? 1,500 പ്ലസ് 4,050. So C is equal, sorry, y is equal to C plus I. അപ്പൊ C എന്ന് പറയുന്നത് എന്താണ്? y minus I. That is y minus I എന്ന് വെച്ചാൽ എത്രയാണ്? y എത്രയാണ്? 1,500 minus y എത്രയാണ്? 4,050 minus 1,500. അതെന്ന് പറയുന്നത് എത്രയാണ്? അപ്പൊ സി എന്ന് പറയുന്നത് എത്രയാണ്? സി ഇസ് ഈക്വൽ ടു 2,550. എങ്ങനെയാ സി ഇസ് ഈക്വൽ ടു 2,550 കിട്ടിയത്? സി എന്ന് പറയുന്നത് y മൈനസ് ഐ ആണ്. ഈ ഫോർമുലയിലേക്ക് നമ്മൾ വന്നത് y ഇസ് ഈക്വൽ ടു സി പ്ലസ് ഐ എന്നാണ്. സോ നമുക്കിനി ഇത് നമുക്ക് നമ്മുടെ ആക്ച്വൽ ഇക്വേഷനിൽ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഓട്ടോണോമസ് കൺസംഷൻ കിട്ടും. 2,550 സി. C is equal to x. X എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോണമസ് കൺസംഷൻ. That plus 0.6 into I എത്രയാ? 1,000. 0.6 into plus 0.6 into investment. Investment എത്രയാണ്? 1,500. അപ്പൊ നമുക്ക് വാല്യൂ ഓഫ് എക്സ് കിട്ടും. വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ഓട്ടോണമസ് കൺസംഷൻ. ദാറ്റ് ഇസ് 120. സോ ഈ പ്രോബ്ലം ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റും ഇൻകവും തന്നിട്ടുണ്ട്. അതിനകത്തും നമ്മൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കണ്ടാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന y ആൻഡ് ഐയിൽ നിന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ കാണുക. എന്നിട്ട്
കൺസംഷൻ എക്സ്പെൻഡിച്ചർ ജസ്റ്റ് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ആൻഡ് സോൾവ് ഫോർ ഓട്ടോണോമസ് കൺസംഷൻ ദാറ്റ് ഇസ് എക്സ്. അങ്ങനെ നമുക്ക് ഓട്ടോണോമസ് കൺസംഷൻ ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 120 എന്ന് കിട്ടി. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.